റേഡിയോ സ്റ്റേഷൻ. രാത്രി 12 മണി. നഗരമുറങ്ങുമ്പോൾ ചിലർക്ക് മാത്രം ഉണർന്നിരിക്കുന്ന ഒരു ലോകം. അവിടെയാണ് ആർ.ജെ. വിനയ് തന്റെ പ്രോഗ്രാം ഹോസ്റ്റ് ചെയ്യുന്നത്. ഇത് രാത്രിയുടെ കൂട്ടുകാരൻ, ഞാൻ വിനയ്. അവൻ മൈക്കിലേക്ക് പറഞ്ഞു. ഇന്ന് നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ ഞങ്ങളോട് പറയൂ. ഫോണുകൾ വരാൻ തുടങ്ങി. അവിടെ നിന്നാണ് അവൾ വന്നത്. ഒരന്യമായ ശബ്ദം. ഹലോ. മന്ദമായ, ശാന്തമായ ഒരു ശബ്ദം. പേര്? വിനയ് ചോദിച്ചു. നന്ദന, അവൾ പറഞ്ഞു. അവൾ ഓരോ രാത്രിയും വിളിക്കാൻ തുടങ്ങി. അവളുടെ ശബ്ദത്തിൽ ഒരു വേദനയുണ്ടായിരുന്നു, പക്ഷെ ഒരു സ്നേഹവും. അവൾ തന്റെ ജീവിതത്തെക്കുറിച്ച് പറഞ്ഞു. ഒറ്റപ്പെടലും സ്വപ്നങ്ങളും നഷ്ടങ്ങളും. വിനയ് അവളെ ശ്രദ്ധിച്ചു, കേട്ടു, ആശ്വസിപ്പിച്ചു. നിനക്ക് സന്തോഷമെന്താണ്? വിനയ് ചോദിച്ചു. എന്നെ ആരെങ്കിലും കേൾക്കുന്നത്, നന്ദന പറഞ്ഞു. ദിവസങ്ങൾ കടന്നു. അവളുടെ ശബ്ദം വിനയ്ക്കൊരു പതിവായി. അവൻ അവളെ കാണാൻ ആഗ്രഹിച്ചു, പക്ഷെ അവൾ ഒരിക്കലും സമ്മതിച്ചില്ല. നമ്മൾ ഇങ്ങനെ തന്നെ നിൽക്കട്ടെ, ശബ്ദങ്ങളായി, അവൾ പറഞ്ഞു. ഒരു രാത്രി നന്ദന വിളിച്ചില്ല. വിനയ് കാത്തിരുന്നു, പക്ഷെ കോൾ വന്നില്ല. അടുത്ത ദിവസം പോലുമില്ല. വിനയ് വിഷമിച്ചു. അവൻ അവളുടെ നമ്പർ ട്രേസ് ചെയ്യാൻ ശ്രമിച്ചു. അവസാനം അവനൊരു വിലാസം കണ്ടെത്തി. അവൻ അവിടെ പോയി. ഒരു ചെറിയ വീട്. വാതിൽ തുറന്നപ്പോൾ ഒരു വയസ്സായ സ്ത്രീ. നന്ദന ഇവിടെയുണ്ടോ? വിനയ് ചോദിച്ചു. സ്ത്രീയുടെ കണ്ണുകളിൽ ദുഃഖം. നന്ദന എന്റെ മകളാണ്, അവൾ പറഞ്ഞു. അവൾ ആശുപത്രിയിലാണ്. വിനയ് ഞെട്ടി. അവൻ ആശുപത്രിയിലേക്ക് ഓടി. അവിടെ ഒരു കിടക്കയിൽ നന്ദന. അവൾ വളരെ ദുർബലമായി. നന്ദന, വിനയ് മന്ദമായി പറഞ്ഞു. അവൾ കണ്ടു തുറന്നു. വിനയോ? അവൾ ചെറുതായി ചിരിച്ചു. നീ എന്നെ കണ്ടെത്തി. വിനയ് കണ്ണുനീർ നിറഞ്ഞു. എന്തുകൊണ്ട് നീ പറഞ്ഞില്ല? അവൾ പറഞ്ഞു. എനിക്ക് സമയം കുറവാണ്. ഞാൻ നിന്നെ നേരിൽ കാണാൻ പേടിച്ചു, കാരണം ഞാൻ പോയാൽ നീ വേദനിക്കുമോ എന്ന്. വിനയ് അവളുടെ കൈ പിടിച്ചു. നീ എപ്പോഴും എന്റെ ശബ്ദമായിരുന്നു. ഇപ്പോൾ ഞാൻ നിനക്കൊപ്പമുണ്ടാകും, അവൻ പറഞ്ഞു. അവൾ ചിരിച്ചു. നിന്റെ ശബ്ദം എന്നെ ജീവിപ്പിച്ചു, അവൾ പറഞ്ഞു. അടുത്ത ദിവസം റേഡിയോയിൽ വിനയ് വീണ്ടും സംസാരിക്കാൻ തുടങ്ങി. പക്ഷെ ഇത്തവണ അവന്റെ ശബ്ദത്തിൽ ഒരു നിശബ്ദത. ഇന്ന് ഒരു ശബ്ദം ഇനി നമ്മളോടൊപ്പമില്ല, അവൻ പറഞ്ഞു. അവളുടെ ഓർമ്മകൾ, അവളുടെ ശബ്ദം അവന്റെ ഹൃദയത്തിൽ ജീവിച്ചു. ചില പ്രണയങ്ങൾ മുഖം കാണാതെ തന്നെ ഹൃദയം കീഴടക്കും. ഒരു ശബ്ദം മാത്രം ഒരു ജീവിതകാലം നീളുന്ന ഓർമ്മയായി മാറും.